ട്രാൻസ്ഫോമേഴ്സിന്റെ അക്യുറസി ക്ലാസ്സിനെ കുറിച്ചിട്ട് നോക്കാൻ പോകുന്നത്. മീറ്ററിങ്ങിന് യൂസ് ചെയ്യുന്ന കറണ്ട് ട്രാൻസ്ഫോമേഴ്സിന്റെ അക്യുറസി ക്ലാസ്സസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇപ്പം ഇതിൽ കറണ്ട് ട്രാൻസ്ഫോമർ ഫസ്റ്റ് സി ടി നോർമലി ഒരു സി ടി എങ്ങനെ ഉണ്ടാവും, ഇതിൽ ത്രൂ സീറ്റിന്റെ ഇന്നർ സർക്കംഫറൻസ് ത്രൂ പവർ കേബിളും പോയിട്ടുണ്ട്. അപ്പോൾ സി ടി സെക്കൻഡറിയിൽ യൂഷ്വലി എനർജി മീറ്റർ കണക്ട് ചെയ്യും. ഞാൻ ജസ്റ്റ് ഈ ഒരു എക്സാമ്പിളിന് അമ്മീറ്റർ കാണിക്കുകയാണ്. അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഇവിടെ പ്രൈമറി കറണ്ട് IP ഫ്ലോ ചെയ്യാണ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കറണ്ട്. ഈ സീറ്റിയുടെ ടേൺസ് റേഷ്യോ എന്ന് പറയുന്നത്, ടേൺസ് റേഷ്യോ എനിക്കറിയാം, K സം വാല്യൂ, K ഒരു വാല്യൂ ആണ്. അത് പ്രൈമറി കറണ്ട് ബൈ സെക്കൻഡറി കറണ്ട് ടേൺസ് റേഷ്യോ അറിയാം. അപ്പോൾ നമുക്ക് ഈ പ്രൈമറി കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടി പ്രൈമറി കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഈ സെക്കൻഡറി കറണ്ട് IS മെഷർ ചെയ്യും, സെക്കൻഡറി കറണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ നമുക്ക് ഓൾറെഡി അറിയാം. അതൊന്ന് ഇതിൻ്റെ ടേൺസ് റേഷ്യോ പ്രകാരം ഈ IP പറയുന്നത് KIS ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഇതിൽ ഒരു എറർ വരാൻ ചാൻസ് ഉണ്ട്. എന്താ പറഞ്ഞാൽ ഇതിലൊരു നോ ലോഡ് കറണ്ട് ഉണ്ട്. ഈ സീഡിയുടെ കോറില്ലേ, സീഡിയുടെ കോറിലുള്ള ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മാഗ്നറ്റൈസിങ് കമ്പണന്റ്, അതുപോലെ സീഡിയുടെ കോറിലുള്ള എഡി കറണ്ട് ലോസ്, ഹിസ്റ്ററിസിസ് ലോസ്, അങ്ങനത്തെ അയൺ ലോസസിനുള്ള ഒരു കമ്പണന്റ്, വർക്കിംഗ് കമ്പണന്റ്, അതായത് ഒരു നോ ലോഡ് കറണ്ട് എടുക്കും. അതായത് നോ ലോഡിലാണെങ്കിൽ കൂടി ഒരു ചെറിയ കറണ്ട് എടുക്കും, ലോഡഡ് കണ്ടീഷനിലും ഉണ്ടാവും. അതായത് ഈ സീഡിയുടെ കോറിൽ ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ കോർ ലോസസിന് ഫീഡ് ചെയ്യാനും ഉള്ള ഒരു കറണ്ട് ഉണ്ടാവും, I0 കമ്പണന്റ്. അത് നമ്മൾ ഈ കാൽക്കുലേഷനിൽ വന്നിട്ടില്ല. ഇത് നമ്മൾ തിയറട്ടിക്കൽ വാല്യൂ ആണ്. തിയറട്ടിക്കലി IP ടേൺസ് റേഷ്യോ പ്രകാരം. പക്ഷേ ഈ നോ ലോഡ് കറണ്ട്, അതായത് ഇതിനകത്തുള്ള ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ ഇതിൻ്റെ ലോസസിന് ഫീഡ് ചെയ്യുന്ന ആ കറണ്ട് കമ്പണന്റ് ഇതിൽ നമ്മൾ കണക്ക് കൂട്ടിയില്ല. അതുകൊണ്ടാണ് എറർ വരാൻ ചാൻസ് ഉള്ളത്. അപ്പം നോർമൽ കേസിൽ ഇത് പ്രകാരം നോക്കുകയാണെങ്കിൽ സെക്കൻഡറിയിൽ ഒരു EMF പ്രൊഡ്യൂസായി, അതിൽ ഒരു ഇൻഡക്റ്റീവ് നേച്ചർ കറണ്ടാണ് എന്ന് ഞാൻ അസ്യൂം ചെയ്യണം. അപ്പോൾ ഒരു ലാഗിൽ IS വന്നു. IS ഈ അമ്മീറ്ററിൽ ഒരു ലാഗിൽ ഈ IS റീഡ് ആയിട്ടുണ്ട്, എത്ര ഒരു ആംഗിൾ ലാഗിൽ. അപ്പോൾ നോർമൽ കേസിൽ ഫ്ലക്സ് ഞാൻ ഇതിൽ കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തിരിക്കുന്ന ഫ്ലക്സ് ആണ്. അപ്പോൾ റെഫറൻസിൽ ഞാൻ ഫ്ലക്സിൻ്റെ റെഫറൻസ് ഫേസറായിട്ട് എടുത്ത്, അപ്പോൾ ഈ പ്രകാരം KIS ലെൻസസ് ലോ പ്രകാരം എന്തായാലും പ്രൈമറി കറണ്ടും സെക്കൻഡറി കറണ്ടും എക്സാക്ട് 180 ഡിഗ്രി ഫേസ് ഒപ്പോസിഷനിലായിരിക്കും. പ്രൈമറി കറണ്ടിന് ഒപ്പോസിങ് നേച്ചറിലായിരിക്കും സെക്കൻഡറി കറണ്ട്, 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ്. എക്സാക്ട്ലി 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആണ് തിയറട്ടിക്കലി വരേണ്ടത്. പക്ഷേ ഈ നോ ലോഡ് കറണ്ട് കാരണം ചെറിയ വേരിയേഷൻസ് വരും. അതെന്താണെന്ന് ഇപ്പോൾ കാണിക്കാം. ഈ IS കറണ്ട് ഇതിൽ ഫ്ലോ ആവുന്നുണ്ട്. സെക്കൻഡറി EMF ES, അതിന് ലാഗിങ് ആയിട്ട് IS കറണ്ട് ഫ്ലോ ആവുന്നുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ പ്രകാരം 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിൽ KIS ആണ് ഇതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പ്രൈമറി കറണ്ട്. KS = IP നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പ്രൈമറി കറണ്ട്. പക്ഷേ ഇതിൽ നോ ലോഡ് കറണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് അയൺ ലോസും അതുപോലെ അതിൻ്റെ ഫ്ലക്സ് മാഗ്നറ്റൈസ് ചെയ്യാനുള്ള മാഗ്നറ്റൈസിങ് കമ്പണന്റ് ഓഫ് കറണ്ടും കാരണം ഒരു നോ ലോഡ് കറണ്ട് കൂടി ഉണ്ട്, I0. അത് നമ്മുടെ ഈ കാൽക്കുലേഷനിൽ വന്നിട്ടില്ല. അപ്പോൾ ആ I0 കൂടി വരും. ഈ I0 കൊണ്ട് ഈ ഇതിലുള്ള നമ്മൾ കാൽക്കുലേറ്റ് KS IP ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ പ്രകാരം കാൽക്കുലേറ്റ് ചെയ്ത പ്രൈമറി കറണ്ടും കിട്ടി. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പ്രൈമറിൻ്റെ രണ്ടിൻ്റെയും ഫേസർ സം ആയിരിക്കും. ഇതിന് ആക്ച്വൽ പ്രൈമറി കറണ്ട് ഈ രണ്ട് ഇതിൻ്റെ ഫേസർ സമ്മാണ് ആക്ച്വൽ വരിക. ഇതാണ് ആക്ച്വൽ IP വരുന്നത്.
അപ്പോൾ ഇതിലിപ്പോൾ ഒരു എറർ സംഭവിച്ചു കഴിഞ്ഞു. ഓൾറെഡി നമ്മൾ കണക്ക് കൂട്ടിയത് ഇത് പ്രകാരം കണക്ക് കൂട്ടിയ പ്രൈമറി കറണ്ടിനേക്കാൾ കുറച്ച് മാഗ്നിറ്റ്യൂഡ് എന്തെങ്കിലും വേരിയേഷൻ എന്തായാലും ഉണ്ടാവും. മാഗ്നിറ്റ്യൂഡ് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, കാരണം ഇവിടെ നോ ലോഡ് കറണ്ട് ഉണ്ട്. അത് കാരണം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിഫറായി. അതുപോലെ ഇതിൻ്റെ ആംഗിളും ചേഞ്ചായി. ഇവിടെ ആംഗിളും ചേഞ്ചായി, ആംഗിളും ഡിഫറൻസ് വന്നു. അപ്പോൾ 2 എറർ വന്നിട്ടുണ്ട്. ഇതിൽ മാഗ്നിറ്റ്യൂഡ് റേഷ്യോ എററും വന്നിട്ടുണ്ട്, ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റിലും എറർ സംഭവിച്ചിട്ടുണ്ട്. ഇതിന് കാരണം ഇതിൽ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം ഈ നോ ലോഡ് കറണ്ടാണ്, ഈ I0 കറണ്ട്, I0 കമ്പണൻറ്റ്. അതായത് ഇതിൽ ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യാനും ഇതിൻ്റെ CT കോറിൽ ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള മാഗ്നറ്റൈസിങ് കമ്പണൻറ്റ് IM-ഉം അതുപോലെ CT കോറിൽ അയൺ ലോസ് സപ്ലൈ ചെയ്യേണ്ട വർക്കിംഗ് കമ്പണൻറ്റ് IW-ൻ്റെയും റിസൾട്ടൻ്റ് ആയിട്ടുള്ള I0 ആണ് ഈ എറർ ക്രിയേറ്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഈ എററാണ് നമ്മൾ അക്യൂറസി ക്ലാസ്സസിലൂടെ മെഷർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്ന കറണ്ട് KIS ആണ്, അതായത് പ്രൈമറി കറണ്ട്. പക്ഷേ ആക്ച്വൽ പ്രൈമറി കറണ്ട് IP, ഇതിൽ കാണിച്ചിരിക്കുന്ന IP. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ IP. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ IPയുടെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു 100 ആണ് ആ റേഷ്യോ എറർ വരുന്നത്, കറണ്ട് എറർ. ഇതായിരിക്കും ആ കറണ്ട് എറർ. അപ്പോൾ ഇതിൽ കറണ്ട് ഒരു അക്യുറസി ക്ലാസ് 0.2 ക്ലാസ് CT എന്ന് പറഞ്ഞാൽ കറണ്ട് ട്രാൻസ്ഫോർമർ എന്ന് പറഞ്ഞാൽ ഈ എറർ ഇല്ലേ, ഈ എറർ 0.2% ആയിരിക്കും അറ്റ് 100% to 120% ലോഡഡ് കണ്ടീഷനിൽ. അതായത് ഫുള്ളി ലോഡഡ് കണ്ടീഷനിലാണ് ഈ 0.2% എറർ വരുന്നത്. 0.2 ക്ലാസ് CTയിൽ ഈ എറർ സംഭവിക്കുന്നത്, ഈ റേഷ്യോ എറർ സംഭവിക്കുന്നത് ഫുള്ളി ലോഡഡ് കണ്ടീഷനിലാണ്. 100% to 120% ലോഡിൽ ഈ 0.2% എറർ ഗ്യാരണ്ടീഡ് ആണ്. അതിന് താഴെയുള്ളതിൽ കുറച്ച് എക്സാക്റ്റ് വാല്യൂ ആയിരിക്കില്ല, കുറച്ച് വേരിയേഷൻസ് ഉണ്ടാവും. അതാണ് 0.2 ക്ലാസ് കറണ്ട് ട്രാൻസ്ഫോമർ. ഇത് 0.2 S ക്ലാസ് CT ആണെങ്കിൽ, 0.2 S ക്ലാസ് കറണ്ട് ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഇത് അറ്റ് 100% to 120% പകരം ഫ്രം 20% ലോഡ് ടു 120% ലോഡ് കറണ്ട് ഈ ആക്യുറസി പ്രൊവൈഡ് ചെയ്യും. അതായത് 20% ലോഡ് കറണ്ട് തൊട്ടിട്ട് 120% ലോഡ് കറണ്ട് വരെയും 0.2 S ക്ലാസ്സിൽ 0.2% ആക്യുറസി പ്രൊവൈഡ് ചെയ്യും. പക്ഷെ 0.2 വെറും 0.2 ക്ലാസ് CTയിൽ 100% to 120% ലോഡ് കറണ്ട്, അതായത് ഫുൾ ലോഡ് കറണ്ട് 100 amps ആണെങ്കിൽ 0.2 ക്ലാസ് CTയിൽ 100 ampere to 120 ampere ഫ്ലോ ചെയ്താൽ 0.2% എറർ ഗ്യാരണ്ടീഡ് ആണ്. അതിന് താഴെയുള്ളതാണെങ്കിൽ എറർ വേരിയേഷൻ വരും, എറർ കൂടാൻ ചാൻസ് ഉണ്ട്. 0.2 S ക്ലാസ് ആണെങ്കിൽ 20 ampere to 120 ampere വരെ 0.2% എറർ തന്നെയാണ് ഗ്യാരണ്ടീഡ് ചെയ്തിരിക്കുന്നത്. അതിന് താഴെ ആയാൽ എറർ കൂടാൻ ചാൻസ് ഉള്ളൂ. അതാണ് 0.2 ക്ലാസ് CT. അതുപോലെ ഇതിൽ ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റിനും പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ഈ തമ്മിലൊരു ആംഗിൾ ഡിഫറൻസ് ഉണ്ടല്ലോ, തീറ്റ. അപ്പോൾ ആ ഒരു ഫേസ് ആംഗിളിൻ്റെ എറർ, തീറ്റ ഇതാണ് ഫേസ് ആംഗിളിൽ ഉണ്ടാകുന്ന ആ എറർ. മാഗ്നിറ്റ്യൂഡ് എററും ഉണ്ട്, അതായത് കറണ്ട് റേഷ്യോ എററും ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് എററും സംഭവിക്കും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് കറണ്ട് റേഷ്യോൻ്റെ എററാണ്. ഈ നെയിമിൽ മെയിനായിട്ട് കൊടുത്തിരിക്കുന്ന കറണ്ട് റേഷ്യോൻ്റെ ക്ലാസ് CTക്ക് എത്രയാണ്, 0.2 S ക്ലാസ് CTക്ക് എത്രയാണ്. അതുപോലെ 0.5 ഉണ്ട്, 0.5S ഉണ്ട്, 1 ഉണ്ട്, അങ്ങനെ ഓരോ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്ലാസ്, അതായത് CT അക്യുറസി ക്ലാസ്സസും അതിൽ പെർമിസിബിൾ ആയിരിക്കുന്ന കറണ്ട് എറർ, അല്ലെങ്കിൽ പിന്നെ അതിൽ പെർമിസിബിൾ ആയിരിക്കുന്ന ഒരു ചാർട്ട് ആയിട്ട് താഴെ കൊടുത്തെങ്കിൽ ഒരു ടെലിഗ്രാം ചാനലുണ്ട്, അതിൽ അത് നോക്കി ഇത്ര ലോഡഡ് കണ്ടീഷനിൽ എത്ര എറർ അലൗബിൾ ആണ്, അഡ്മിസിബിൾ ആണ്, അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രൂപത്തിൽ, ഒരു ടേബിൾ ഫോമിൽ. അത് താഴെ ഞാൻ ലിങ്ക് അയക്കാം, ആ ടെലിഗ്രാം ചാനലിൽ കയറി ആ ടേബിൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പക്ഷെ ഇതിൻ്റെ പോയിന്റ് ഇങ്ങനെയാണ്. 0.2 ക്ലാസ് അല്ലെങ്കിൽ 0.5 ക്ലാസ് CT ആണെങ്കിൽ
അത്ര ശതമാനം എറർ. 0.5 ക്ലാസ് സി ടി ആണെങ്കിൽ 0.5% എറർ അറ്റ് 100 to 120% ഫുൾ ലോഡ്. പക്ഷേ എസ് കൂടി വന്നാൽ എസ് കൂടി ഇവിടെ കണക്കാക്കിയ 0.5 ആണെങ്കിൽ ലോവർ ലോഡ്സ്, അതായത് കുറവ് ലോഡുള്ളപ്പോൾ 20% to 120% കണ്ടീഷനിൽ അത് 0.5% എറർ ഗ്യാരണ്ടി ചെയ്യും. അപ്പോൾ നമ്മൾ ഇതാണ് ഇതിലിപ്പോൾ 0.2 ക്ലാസ് സി ടിനേക്കാളും ബെറ്റർ ഇതാണ്, മോർ അക്യുറേറ്റ് 0.2 എസ് ക്ലാസ് സി ടി ആണ്. എസ് വരുമ്പോൾ അക്യുറസി കൂടാൻ കാരണം ലോവർ ലോഡഡ് കണ്ടീഷനിൽ, അതായത് കുറവ് ലോഡുള്ള കണ്ടീഷനിലും അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യും. ആ സി ടി എറർ ഇല്ലാണ്ട് പെർഫോം ചെയ്യും. അതുകൊണ്ടാണ് മീറ്ററിങ്ങിന് നമ്മൾ പ്രെഫർ ചെയ്യുന്നത് 0.2 എസ് ക്ലാസ് സി ടി ആയിരിക്കും. 0.2 എസ് ക്ലാസ് സി ടി ആണ് എപ്പോഴും മീറ്ററിങ്ങിന് പ്രിഫറബിൾ. കാരണം അത് ഹയസ്റ്റ് അക്യുറസി പ്രൊവൈഡ് ചെയ്യും. ഈവൻ ലോവർ ലോഡിൽ കൂടി നല്ല അക്യുറസി പ്രൊവൈഡ് ചെയ്യും. പക്ഷേ മറ്റേ വെറും 0.2 ക്ലാസ് സി ടി ആണെങ്കിൽ 100% ലോഡിലെ അക്യുറസി ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ.